തെങ്ങോലകൾ ഇളം കാറ്റിൽ നൃത്തം വരയ്ക്കുന്ന തലക്കുളത്തൂർ ദേശം. വെള്ളത്താൽ ചുറ്റപ്പെട്ട പുഴയും കടവും കടത്തുതോണിയും കഥകൾ പറയുന്ന സംസ്കൃതിയുടെ പുകൾപെറ്റ നാട്. കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് 10 കിലോമീറ്റർ വടക്കുമാറി അറബിക്കടലിന് 3 കിലോമീറ്റർ കിഴക്കായി പൂനൂർ പുഴയുടെയും അകലാപ്പുഴയുടെയും ഓരം ചേർന്ന ഗ്രാമീണ നിഷ്കളങ്കതയുടെ മൂല്യങ്ങൾ പ്രകാശം ചുരിഞ്ഞ തലക്കുളത്തൂർ എന്ന ദേശം. അധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചോതി അന്തിവെളുത്തുറങ്ങും വരെ ജീവിത അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെട്ട കുറേ മനുഷ്യർ തീർത്ത സ്നേഹഗീതത്തിൻ്റെ അലയൊലികൾ അടങ്ങാത്ത ദേശം. ഈ നാടിൻ്റെ നീതി നിർവഹണത്തിൻ്റെ പെരുമയാർന്ന ഇന്നലകളുടെ ചരിത്ര വഴികളിൽ ഒരു ദേശത്തെ തൊട്ടുണർത്തിയ അധികാരത്തിൻ്റെ കിരീടവും ചെങ്കോലുമില്ലാത്ത നാട്ടധികാരത്തിൻ്റെ അവസാന വാക്കായി തെളിമയാർന്ന ജീവിതം കൊണ്ട് മുന്നേ കടന്നുപോയ ഉമ്മർകോയ ഹാജി. നീതിയുക്തമായ തീരുമാനങ്ങൾ കൊണ്ട് നാട്ടുകാരുടെ തർക്കങ്ങൾക്ക് തീർപ്പു കൽപ്പിച്ച ഒരു നാടിൻ്റെ ന്യായാധിപൻ. എൻ്റെ ഒപ്പ, അതായത് തോട്ടത്തിലെ ഉപരാധികാരി, ഈ തലക്കുളത്തൂർ ജില്ലയിലെ അധികാരിയായിരുന്നു. 1961 ഇപ്പം റിട്ടയർ ചെയ്തത്. ഇപ്പക്ക് ഈ അധികാരി സ്ഥാനം കിട്ടിയത് ഇപ്പൻ്റെ വാപ്പൻ്റെയും അതിനുശേഷം ജ്യേഷ്ഠൻ്റെയും പിന്തുടർച്ച അവകാശമാണ് കിട്ടിയിരിക്കുന്നത്. ആ അധികാരി സ്ഥാനമാണ് എൻ്റെ ജ്യേഷ്ഠനായ ആലിക്കുചേരിക്ക് കിട്ടിയിരിക്കുന്നത്, ഹെറിഡിറ്ററി മുഖാന്തരം. ഉപ്പ അധികാരി സ്ഥാനം വഹിക്കുന്ന സമയത്ത് നികുതി വിധിയിൽ പൂർണ്ണത കൈവരുത്തിയതുകൊണ്ട് പല ബഹുമതികളും അധികാരസ്ഥാനത്ത് കിട്ടിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് എന്ന പദവിയിലും ജനനമരണ രജിസ്ട്രാർ എന്ന പദവിയിലും എല്ലാം ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഏതാണ്ട് 5 സ്ഥാനമാനങ്ങളാണ് അധികാരികൾക്ക് ഉണ്ടായിരുന്നത്. അന്ന് കുടുംബത്തിലെ ഇപ്പക്ക് ഞാനടക്കം 13 മക്കളാണ് ഉണ്ടായിരുന്നത്. 6 ആണുങ്ങളും 7 പെണ്ണുങ്ങളും. 2 ഭാര്യമാരിലായിട്ടാണ് ഇവരുണ്ടായിരുന്നത്. ഈ കുടുംബത്തിൽ 2 ഭാര്യമാർ തമ്മിലും മക്കൾ തമ്മിലും വളരെ സ്നേഹത്തിലാണ്. ഇവരെല്ലാവരും തോട്ടത്തിൽ എന്ന തറവാട്ടിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. കുടുംബത്തിൻ്റെ ഐക്യം പ്രധാനമായതുകൊണ്ട് ഇപ്പൊക്ക് വലിയ പ്രശ്നം കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. ചെലവിനൊക്കെ ഇപ്പം തന്നെ എല്ലാം വഹിക്കുമായിരുന്നു. നോമ്പിനും പെരുന്നാളിനൊക്കെ എല്ലാ ഏർപ്പാടുകളും, അതായത് ഭക്ഷണത്തിനും പിന്നെ വസ്ത്രങ്ങളൊക്കെ ഉപ്പ തന്നെ കൊടുക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് ചെരുപ്പിന് പകരം മെതിയടികളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ നോമ്പിന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഉപ്പ എന്നെയും കൂട്ടി പുളിക്കുൽ കടവിൽ മീൻ വാങ്ങാൻ വേണ്ടി തോണിക്കാരെടുത്ത് പോയിരുന്നു. അങ്ങനെയെല്ലാം വന്ന് കഴിഞ്ഞിട്ട് ശേഷമാണ് അത്താഴച്ചോറും കറികളും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ഏതാണ്ട് 2 മണി സമയത്താണ് നമ്മളെല്ലാവരും ഭക്ഷണം അത്താഴം കഴിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഉപ്പക്ക് വലിയ നാട്ടിൽ വലിയ പ്രഭാവമുണ്ടെങ്കിലും വീട്ടിൽ സൗമ്യനായിരുന്നു. മക്കളോടും ഭാര്യമാരുമൊക്കെ പുറമേ കർക്കശ സ്വഭാവത്തിലാണ് പെരുമാറുക. അങ്ങനെയായിരുന്നു എൻ്റെ ഉപ്പ ഉപ്പയുടെ ചിത്രം. ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ കാലത്ത് തലക്കുളത്തൂർ ദേശത്തിൻ്റെ അധികാര പദവി പിതാവിൽ നിന്നും പകർന്നു കിട്ടിയപ്പോൾ സത്യവും ധർമ്മവും നീതിയും കൈവെടിയാതെ ഭരണനിർവഹണത്തിൻ്റെ പുതിയ മാതൃക തീർത്തു. വീടിൻ്റെ മുറ്റം അംശക്കച്ചേരിയായി മാറിയതും നീതിയുക്തമായ തീരുമാനത്തിൽ തൃപ്തരായി പരാതി പറയാനെത്തിയവർ പിരിഞ്ഞു പോയതും കഥ. ഞാനും പറഞ്ഞ മോളാണ്. എൻ്റെ അമ്മക്ക് ഞാനാണ് ഏറ്റവും ഇളയത്. ഒറ്റയിൽ സെബിയാണ് ഇളയത്. പിന്നെ ഇപ്പൊക്കെ നമ്മളോട് വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം വേറിച്ചിട്ടൊന്നുമില്ല. ഒരാഴ്ച നമ്മുടെ ഇരുത്താണെങ്കിൽ ഒരാഴ്ച മറ്റ അളവിൻ്റെ എത്താം. നമ്മൾ 2 വീട്ടിലാണ് താമസം. പക്ഷെ 2 കൂടിച്ച് മക്കളായാച്ചിട്ട് നമ്മൾ ഇതുവരെ വേറിച്ചിട്ടില്ല. നമ്മളെയും വേറിച്ചിട്ടില്ല, നമ്മൾ അവനെയും വേറിച്ചിട്ടില്ല. ഒത്തൊരുമ തന്നെയാണ്. അമ്മോൻ്റെ മോളാണ്.
കല്യാണം കഴിച്ചതാണ്. അമ്മ മരിക്കുന്നത് വരെ യാതൊരു ബുദ്ധിമുട്ടില്ല. എന്നോട് സ്നേഹം തന്നെ. മരുവനും വ്യാപാരിയൊന്നും ആണെങ്കിലും വ്യാപാരം വിളിക്കലില്ല. മരുവൻ തന്നെയാണ്, സ്നേഹമുള്ള മരുവൻ തന്നെയാണ്. ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഭൂനികുതി കൃത്യസമയത്ത് പിരിക്കുകയും അത് സർക്കാരിലേക്ക് അടക്കുകയും ചെയ്തതിന് സ്തുത്യർഹ സേവനത്തിന് താമ്രപത്രം ഏറ്റുവാങ്ങിയ ഉമ്മർകോയ ഹാജി മതചര്യകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതനിഷ്ഠകൾ പുലർത്തിപ്പോന്നു. നാട്ടധികാരിയായിരുന്നപ്പോഴും മുത്തവല്ലി ഭരണം കൈയാളിക്കൊണ്ട് മഹലിൻ്റെ ഭരണകർത്തവ്യത്തിലും തൻ്റെ ഇടം കണ്ടെത്തി. പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞ നാട്ടുകാർക്ക് അവരുടെ ക്ഷേമത്തിനായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഉത്സാഹം കാട്ടിയത് ചരിത്രം. ഗ്രാമകഥകളുടെ ഇത്തരം കഥകളിൽ ഈ നാമം ചേർത്തെഴുതിയിട്ടുണ്ട്. തനിയാടത്ത്, പുറക്കാട്ടിരി തുടങ്ങിയ മഹല്ലുകളിലെ മുത്തവല്ലിയായിക്കൊണ്ട് ദീനീ രംഗത്തും കർമ്മനിരതനായി സാമുദായിക നേതൃനിരയിലെ ഉന്നതനായി വർത്തിച്ചിരുന്നു ചെറുവലത്ത് പുതിയപുരയിൽ ഉമ്മർകോയ എന്ന മഹാമനീഷി. അപ്പാണെങ്കിലും അല്ലെ മക്കളോടും അല്ലെ ചേർത്തിലും അല്ലെ പെരുമാറുമാരൊക്കെ ആണ്. പിന്നെ അമ്മയും മുത്തമ്മയും ഒക്കെ ആയിട്ട് നല്ല പെരുമാറ്റമാണ്. പിന്നെ പേരും പെരുമാറ്റം മക്കളുമായിട്ടല്ലേ പെണ്ണാണ് ജീവിച്ചു മരിക്കുന്നവരെ ജീവിച്ചു. അത് മറ്റൊരു സ്വഭാവം അല്ല അതിനും. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകും മക്കളോട്. അതൊന്നും നമ്മൾ പെരുമാറിയിട്ടില്ല. തലക്കുളത്തൂർ അധികാരിയായിരുന്ന കണ്ണഞ്ഞാടത്ത് കുഞ്ഞായൻ ഹാജിയുടെയും ചെറുവലത്ത് ആയിഷയുടെയും മകനായി 1898 ജനിച്ച ഇദ്ദേഹം 1986 വരെ ജീവിച്ചു. 84 വയസ്സുവരെ കർമ്മനിരതനായി മാതൃകാ ജീവിതം നയിച്ചുകൊണ്ട് കടന്നുപോയ ഉമ്മർ ഹാജി ഒരു നാടിൻ്റെ വെളിച്ചമായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ തണലായിരുന്നു. ഇപ്പം നല്ല നമ്മൾ രണ്ടു മക്കളായിരുന്നു. നമ്മളൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. പിന്നെ അധികാരി പേരാണ് അങ്ങനെ ഒരേ നേരെ പടക്കമൊക്കെ ആളെത്താഞ്ഞാലേ ചീത്ത അറിയോ. കോൽക്കൈമാരെയും മേനോന്മാരെയും ഓലൊക്കെ അവിടെ ഉണ്ടാകില്ലല്ലോ. കാക്കിയാവേ മയില് മീൻ പിടിക്കാൻ പോകും. ഞാനും പോകും പരം. ഏടാ നോക്കി കണ്ടാൽ കാണുമ്പോഴൊക്കെ ഞാൻ മണ്ടിങ് വീട് മുന്നിൽ എല്ലാത്തിനും ചീത്തറി. കാക്കാൻ അടിക്കൽ ആവാനാണ് അടിക്കൽ. തെങ്ങുമ്പോൾ കയറലും പോയലും ഇല്ല. ആദ്യ ഭാര്യ അഴീക്കൽ കുഞ്ഞീബി എന്നവരിൽ പരേതയായ ഇമ്പിച്ചായി ഷാബി ആണ് ആദ്യ മകൾ. ഭർത്താവ് പരേതനായ ചെലവൂർ സ്വദേശി ഉമ്മർ. ഇവർക്ക് കൊല്ലരക്കൽ അബ്ദുൽ ലത്തീഫ്, കൊല്ലരക്കൽ അബ്ദുറഹിമാൻ, കൊല്ലരക്കൽ അബ്ദുൽ അസീസ് എന്നീ 3 മക്കളാണുള്ളത്. രണ്ടാമത്തെ മകൾ നഫീസ. ഭർത്താവ് പരേതനായ പരീരം കണ്ടി മുഹമ്മദ് കോയ ഹാജി. ഈ ദമ്പതികൾക്ക് 7 മക്കളാണുള്ളത്. മൊയ്തീൻ കോയ, സുബൈദ, ഫാത്തിമ, പരേതനായ ഷാഹുൽ ഹമീദ്, അബ്ദുൽ സമദ്, അബൂബക്കർ, മുനീറ. മൂന്നാമത്തെ മകൾ കുട്ടീബി. ഭർത്താവ് പരേതനായ കുഞ്ഞി മൊയ്തീൻ കോയ, ചെലവൂർ സ്വദേശി. ഇവർക്ക് 6 മക്കൾ: ജമീല, അലി, ഉമ്മർ കോയ, അഷ്റഫ്, റാബിയ, ഫൗസിയ. പരേതനായ മുഹമ്മദ് കോയ എന്ന 4ാമത്തെ മകൻ വിവാഹം കഴിച്ചത് ചെലവൂർ സ്വദേശിനി സുലൈഖ എന്നവരെ. ഇവർക്ക് പരേതനായ നൌഷാദ്, ഫിറോസ് എന്നീ 2 മക്കളുണ്ട്. 5ാമത്തെ മകൻ അബ്ദുൽ കരീം ഡെപ്യൂട്ടി കലക്ടർ പദവിയിൽ നിന്നും വിരമിച്ചു. ഭാര്യ കോഴിക്കോട് സ്വദേശിനി ബിച്ചു. 6 മക്കൾ: മുഹമ്മദ് ഷെരീഫ്, ത്വാഹ, സിക്കന്ദർ, ലുക്മാൻ,
അജിലാൻ, ഷറഫാൻ. ആറാമത്തെ മകളായ റുഖിയയെ വിവാഹം ചെയ്തത് പറമ്പത്ത് സ്വദേശി അബ്ദുള്ള കോയ. നഷീദ, ഗഫൂർ, നിയാസ്, തസ്ലീന എന്നിവരാണ് മക്കൾ. എൻ്റെ അച്ഛനും പിന്നെ ഉമ്മർ അദിയേരിയും തമ്മിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഉമ്മർ അദിയേരി എന്ന് പറഞ്ഞാൽ അന്ന് അംശം അദിയേരിയാണ്. ഇപ്പോൾ അംശമില്ല. ഇപ്പോൾ ദേശവും ഇപ്പോഴും തലക്കുളത്തൂർ വില്ലേജ് തലക്കുളത്തൂർ ദേശമാണ്. അന്ന് അംശം അദിയേരിയാണ്. ഓരോ അംശത്തിനാണ് അദിയേരി. ഇപ്പോൾ അംശമില്ല. പുതിയ വില്ലേജ് റെക്കോർഡ് പ്രകാരം അംശമില്ല. അംശം അധികാരിയായ ആ വില്ലേജ്. അപ്പോൾ അന്ന് ഈ വലിയ തറവാടായ ആ വീട്ടിൽ പിന്നെ മുമ്പിൽ കോണിയും ഒരു കയറുന്ന സ്ഥലത്തൊരു പടിപ്പുര ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല അവിടെ. ആ വീട്, ആ തറവാട് വീട് വലിയൊരു തറവാട്. അതിന് വീട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രത്യേക, അതുമല്ല ഏത് സാധുവിനും വന്നിട്ട് കയറിയിട്ട് ഒരു ഇത് പറഞ്ഞാൽ മറ്റവനെ വിളിപ്പിക്കും. പിന്നെ എതിർകക്ഷീനെ വിളിപ്പിച്ചിട്ട് ഈ എന്തിനാടാ ആ സാധുവിനെ പിടിച്ച് ബുദ്ധിമുട്ടിക്കുന്ന, ഓൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഓൻ്റെ ചെടിയൊക്കെ തീറ്റിക്കൂ. ആ പിന്നെ പശുവിനെ കൊണ്ടൊക്കെ തീറ്റിച്ച് ഈ പശുവിന് ഇവിടെ കൊണ്ട് കെട്ടണം അങ്ങനെയാണെങ്കിൽ. പിന്നെ അതുമല്ല അന്നൊന്നും പശുവിനെയൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട കൊടുത്താൽ ഒരു അധികാരി പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അത് കഴിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അന്ന് നിയമം അതാണ്. അതുമാത്രമല്ല അന്ന് വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിലൊരു കേസ് കൊടുത്താൽ, ആരെങ്കിലും പെറ്റീഷൻ കൊടുത്താൽ വില്ലേജ് ഉമ്മറധികാരിൻ്റെ അടുത്ത് വന്നാൽ അച്ഛനും അധികാരിയും കൂടിങ്ങായിട്ട് പറഞ്ഞ് അവിടുന്ന് തന്നെ തീർത്ത് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട പോലീസുകാർക്ക് വലിയ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി കൊടുത്ത പല കേസുകളും അന്ന് ഉണ്ടായിരുന്നു. ഉമർ കോയ ഹാജിയുടെ രണ്ടാമത്തെ ഭാര്യയായ പാത്തു പരീരങ്കണ്ടി എന്നവരിൽ 7 മക്കൾ. മൂത്ത മകൻ പരേതനായ കുഞ്ഞായൻകോയ ഹാജി വിവാഹം ചെയ്തത് ഫറൂഖ് വേങ്ങാട്ട് ആയിഷ എന്നവരെ. ഈ ദമ്പതികൾക്ക് 6 മക്കൾ. മൂത്ത മകൻ ഡോക്ടർ ടി അബ്ദുറഹിമാൻ കോഴിക്കോട് ഹോമിയോ കോളേജ് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തു. സുഹറ, പരേതനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, പരേതയായ ലൈല, ഷമീന എന്നിവരാണ് മക്കൾ. രണ്ടാമത്തെ മകൻ പരേതനായ പാണക്കാട് തോട്ടത്തിൽ അഹമ്മദ് കോയ. പരേതയായ ഫാത്തിമാബിയാണ് ഭാര്യ. അബ്ദുൽ കലാം, റാബിയ, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ അസീസ്, സുബൈർ എന്നിവരാണ് മക്കൾ. മൂന്നാമത്തെ മകൾ കുഞ്ഞാമിയെ വിവാഹം ചെയ്തത് പരേതനായ നന്മണ്ട കൊല്ലങ്കണ്ടി മൊയ്തിമാഷ്. അബ്ദുൽ മജീദ്, ജമീല, സുബൈദ, അബ്ബാസ്, സഫിയ എന്നിവരാണ് മക്കൾ. നാലാമത്തെ മകൻ പരേതനായ ആലിക്കുഞ്ഞി. ഭാര്യ പുറക്കാട്ടിരി സ്വദേശിനി കുഞ്ഞാമിന. റസിയ, ഫാറൂഖ്, ഫൈസൽ എന്നിവരാണ് മക്കൾ. അഞ്ചാമത്തെ മകൾ കുഞ്ഞായിഷയെ വിവാഹം ചെയ്തത് പരേതനായ പാണക്കാട്ട് അബ്ദുറഹിമാൻ. മുഹമ്മദ് ഷെരീഫ്, അബ്ദുൽ നാസർ, ഖമറുന്നിസ, അൻവർ, മഹസൂമ എന്നിവരാണ് മക്കൾ. ആറാമത്തെ മകൻ പരേതനായ ഹംസ വിവാഹം ചെയ്തത് പരേതയായ കോഴിക്കോട് സ്വദേശിനി ബീവിയാണ്. ഇവർക്ക് 2 മക്കൾ, മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ്. ഏഴാമത്തെ മകൾ പരേതയായ സഫിയയെ വിവാഹം ചെയ്തത് പരേതനായ NP അബ്ദുൽ, ഫറൂഖ് സ്വദേശി. ഇവർക്ക് സുഹറ, സക്കീന, ഉമർ ഫാറൂഖ് എന്നീ മക്കൾ. ഉമറധികാരി നമ്മളെ ഉമറധികാരിൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഞാൻ ചെറുപ്പത്തിലെ അയാളെ അറിയുന്നതാണ്. പിന്നെ പല മുമ്പത്തെ കോൽക്കാലന്മാരും ഈ അളവിൻ്റെ ആൾക്കാരും അവിടെ വരലുണ്ട് ദിവസം രാവിലെ പല കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ മറ്റേ പോലീസുകാർ വരും പല കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഉള്ള പരിചയം നമ്മൾ ചെറുപ്പത്തിൽ കാണുന്നതാണ്. വളരെ കാലങ്ങളോളം നമ്മളവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ മൂപ്പര് നല്ല എല്ലാ കാര്യത്തിനും എല്ലാ നാട്ടുകാർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മൂപ്പരെ വീട്ടിൽ പോയി പറഞ്ഞാൽ അതിനൊരു പരിഹാരം കാണുന്നതും അങ്ങനത്തെ ഒരു നല്ല വ്യക്തിയായിരുന്നു അയാൾ. പിന്നെ നമ്മൾ അച്ഛനൊക്കെ ഉള്ള കാലത്ത് വളരെ ബന്ധങ്ങളും അച്ഛനൊക്കെ അവരൊരു എന്തെങ്കിലുമൊക്കെ വീട്ടിലെ പണിക്കൊക്കെ എടുക്കുന്ന ആളെ കൂടിയായിരുന്നു നമ്മളച്ഛനൊക്കെ. അവരെന്തെങ്കിലും പറമ്പിൽ കളിക്കാൻ പറമ്പിൽ പണിയെടുക്കാനൊക്കെ അച്ഛനെ വിളിക്കലുണ്ടായിരുന്നു, അച്ഛൻ പോകലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ 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 നമ്മളെ ഏറ്റവും വലിയ ബന്ധമുള്ള ആളാണ്. പിന്നെ ഇങ്ങനെ പ്രത്യേക എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഈ നോൽമ്പ് കാലമൊക്കെ ആയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുത്തരും. ഈ നോൽമ്പ് തുറക്കുന്ന സമയത്ത് മറ്റേ കാരക്ക, ഈ നീർമ്മപ്പത്തിരികളൊക്കെ ഉണ്ട്, അതൊക്കെ ചുട്ടിത്തരലുണ്ട്. അതെല്ലാ കൊല്ലങ്ങളും മൂപ്പര് കൊണ്ടുത്തരുന്ന കാണാം. അങ്ങനെയൊക്കെ വളരെ ബന്ധങ്ങളാണ് അവരെ കുടുംബമായിട്ടൊക്കെ ഉള്ളത് നമുക്ക്. പിന്നെ നമ്മളെ വീട്ടിന് അടുത്ത് തന്നെയാണ് ഇവരായിട്ടുള്ള ബന്ധങ്ങളും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഉണ്ട്. കാർക്കശ്യത്തിൻ്റെ കഥകളിൽ നാടോർക്കുമ്പോൾ വീട്ടകങ്ങളിൽ ജീവിതനിഷ്ഠകൾ മക്കൾക്കും പേരമക്കൾക്കും പകർന്നു നൽകിയത് മൂല്യമേറിയ ജീവിതമായിരുന്നു. വഴിപിഴച്ചു പോകുമായിരുന്ന ഇടങ്ങളിൽ നേരിൻ്റെ ചൂട്ട് കത്തിച്ച് മൂല്യങ്ങളുടെ ജീവിത സഞ്ചാരം വെട്ടിത്തെളിച്ചുകൊണ്ടായിരുന്നു ഉമ്മർകോയ ഹാജി കടന്നുപോയത്. പടച്ചവന്റെ വിധിക്കുത്തരം നൽകി ഈ തറവാട്ടിൽ നിന്നും മുന്നേ പറന്നുപോയവർ തെളിമയാർന്ന ഓർമ്മകളായി പുനർജനിക്കുകയാണ്. അസ്സലാമു സുഹൃത്തുക്കളെ, നമ്മളെ സിദ്ദീഖിനെ പറ്റി പറയുകയാണെങ്കിൽ സിദ്ദീഖ് നമ്മളെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും പല പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് വേണ്ട രീതിയിൽ എല്ലാ സഹായവും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ചെറുപ്പകാലം മുതലേ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് നടന്ന ആളാണ്. എല്ലാ കുടുംബകാര്യങ്ങളും സംസാരിക്കാറുണ്ട്. മകളെ ഒരു ഡോക്ടറായി കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഡോക്ടർക്കായി. പക്ഷേ അത് കാണാൻ സിദ്ദീഖിന് സാധിച്ചിട്ടില്ല. അതിലൊരു വലിയ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദേഷ്യം പിടിക്കാത്ത ആളായിരുന്നു. കേടം ഭൂമെന്ന പ്രസിഡന്റ് നമുക്ക് ദേഷ്യം പിടിച്ചു പറഞ്ഞാലും വളരെ സന്തോഷത്തോടു കൂടിയേ സംസാരിക്കുകയുള്ളൂ. പിന്നെ നമ്മളെ പോലെ സാമ്പത്തിക ഇടപാടും നടത്താറുണ്ട്. ഒന്നിലും തന്നെ ഒരു കൃത്രിമം ഉണ്ടായിരുന്നില്ല. വളരെ ക്ലിയർ ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഞാൻ വലിയ കച്ചവടം ബിസിനസ്സുള്ള സമയത്ത് എന്റെ വലിയൊരു സംഖ്യ കയ്യിലുള്ളപ്പോൾ മുഴുവൻ പണം ഞാൻ വീട്ടിൽ വെക്കാൻ മേടിച്ചിട്ട് അവന്റെ സിദ്ദീഖിനെ ഏൽപ്പിക്കലായിരുന്നു അധിക സമയവും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വാങ്ങുകയാണ് ചെയ്യുക. ഇല്ല ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്തൊക്കെ ക്ലിയർ ചെയ്തൊക്കെ പോയതാണ്. പിന്നെ ഞാൻ ഗൾഫിൽ പോയപ്പോഴാണ് സിദ്ദീഖ് മരിക്കുന്നത്. ഞാൻ ഗൾഫിലാണുള്ളത്. ഞാൻ നാട്ടിൽ വന്നപ്പോ സിദ്ദീഖിന്റെ ഫാദർ വിനയങ്ങൾക്ക് എന്നെ വിളിച്ച് എന്റെ പൈസ ഒക്കെ സിദ്ദീഖിന്റെ ഉണ്ടെന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് എന്തെങ്കിലും പൈസ തരാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കൊന്നും തരാനില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു സിദ്ദീഖ് പറഞ്ഞിരുന്നു എന്റെ പൈസ വീട്ടിലുണ്ട് നോക്കാം, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ അവന്റെ മനസ്സിൽ മനുഷ്യന്റെ അവസ്ഥയല്ലേ എന്ന് വിചാരിച്ചിട്ട് വാപ്പനോട് പറഞ്ഞതായിരിക്കും. അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ട നല്ലൊരു വ്യക്തിയായിരുന്നു. ഒരു തീരാ നമ്മളെ കമ്പനി നമ്മുടെ സുഹൃത്തിന് പോയാൽ നമുക്ക് ഭയങ്കര വേദനയാണുള്ളത്. ഇപ്പോൾ നമ്മളാ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. കുട്ടികളൊക്കെ ആയിക്കോട്ടെ എവിടെ കണ്ടാലും സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോ
നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹി അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും തോട്ടത്തിൽ കുടുംബസംഗമം സംഘടിപ്പിക്കപ്പെടുകയാണ്. ജീവിതത്തിന്റെ തുറസായ ഇടങ്ങളിലേക്ക് ചിതറിത്തെറിച്ചു പോയ എല്ലാ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നമ്മുടെ തറവാടിന്റെ ഓർമ്മമുറ്റത്തേക്ക്, ഹൃദയമുറ്റത്തേക്ക് ഒരുമിച്ചെത്തുകയാണ്. സ്നേഹത്തിന്റെ അനിർവചനീയമായ അനുഭൂതി വർഷിക്കുന്ന ഈ ഒരു ചടങ്ങ് അത്യന്തം ആഹ്ലാദകരമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വെള്ളപുതച്ച് ജീവിതത്തിന്റെ ഹരിതാപമായ ഇടങ്ങളിൽ നിന്ന് മരണത്തിലേക്ക് നടന്നുപോയ അനേകം മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മ നമുക്കിപ്പോഴും ഒരു കണ്ണീർ നനവായി ബാക്കി നിൽപ്പുണ്ട്. അതിൽ ഒരാളാണ് പണക്കാട് ഷാഹുൽ ഹമീദ് എന്ന് ദുബൈയിലെയും ഷാർജയിലെയും മനുഷ്യർ ടെക്സാസ് ഹമീദ് ക എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു വലിയ മനീഷി. താൻ ജീവിച്ച കാലം അത്രയും ജീവിച്ച എല്ലാ അവസ്ഥാന്തരങ്ങളിലും ധർമ്മത്തിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് നിന്നു എന്ന് മാത്രമല്ല, തന്റെ ജീവിതത്തെ വിശുദ്ധമായ ഒരു ഇടത്തുകൂടെ മാത്രം നടത്തിച്ചു കൊണ്ടുപോയ ഒരു മനുഷ്യൻ. തന്റെ വിശ്വാസാചാര അനുഷ്ഠാന ക്രമങ്ങളിൽ അണുകിട വ്യതിചലിക്കാത്ത ഒരു മനുഷ്യൻ. എത്തുന്നിടങ്ങളിലൊക്കെ ലാളിത്യത്തിന്റെയും ആർദ്രതയുടെയും സ്നേഹത്തിന്റെയും നിലാവ് വർഷിച്ചു പോയ ഒരു മനുഷ്യൻ. അത്തോളിയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു മണ്ണിൽ ജനിക്കുകയും അവിടുത്തെ മനുഷ്യരുമായി എപ്പോഴും ഇടപഴകുകയും അവിടങ്ങളിലൊക്കെ ഉയരുന്ന ദുരിതങ്ങളിലകപ്പെട്ട മനുഷ്യരോട് ഹൃദയം ചേർത്ത് വയ്ക്കുകയും ചെയ്ത വലിയ മനീഷി ദുബൈയിൽ, UAE-യിൽ വിശിഷ്യ അത്തോളി NRI4 എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും അതിലൂടെ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ അത്യധ്വാനത്തിൽ നിന്നൊരു വിഹിതം സ്വരൂപിച്ചുകൊണ്ട് അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രത്യുൽപാദനപരമായ മാർഗത്തിലേക്ക് അവർക്കൊരു വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ രാവും പകലും അധ്വാനിച്ച മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും താൻ ജീവിച്ച കാലത്തെ സേവനത്തിന്റെ ഒരു മഹോന്നതി കൊണ്ട് വലിപ്പപ്പെടുത്തിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. ആ മനുഷ്യൻ വളരെ എളുപ്പത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നടന്നുപോയി. വല്ലാത്ത സങ്കടമാണത്. അത്തോളി NRI4 നടത്തിയ എത്രയോ പ്രവർത്തനങ്ങൾ, അത്തോളിയുടെയും പരിസര പ്രദേശങ്ങളിലുമുള്ള കുടിവെള്ളം എത്താത്ത മേഖലകളിൽ അതെത്തിക്കാനുള്ള ശ്രമം, അവിടുത്തെ ഹൈസ്കൂളിലെ ലൈബ്രറി തുടങ്ങി എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, അതിനേക്കാളൊക്കെ അപ്പുറത്ത് മനുഷ്യനെയും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും വിശ്വാസാചാര അനുഷ്ഠാന ക്രമത്തിന്റെയൊക്കെ അപ്പുറത്ത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാ കാലത്തും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാ അതിർവരമ്പുകൾക്കകത്തേക്കും ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയവലുപ്പത്തിന്റെ പേരുകൂടിയായിരുന്നു ഷാഹുൽ ഹമീദ് പണക്കാട് എന്നത്.
വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ എനിക്ക് ഷിഹാബുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഷിഹാബ് റഹ്മാൻ്റെ വിവാഹത്തിന് ശേഷം അദ്ദേഹം വിവാഹം ചെയ്തത് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് സുഹറ മൻസിൽ തറവാട്ടിലെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും അതുപോലെ തന്നെ കുഞ്ഞാസ് താത്തയുടെയും മകളെ മൻസൂമാനെ വിവാഹം ചെയ്തതുണ്ട്. പിന്നീട് അങ്ങോട്ട് ഒരു വലിയ അടുത്ത സുഹൃത്ത് ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ട്. എവിടെ കണ്ടാലും പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ പോലും ഒരു വലിയ ബഹുമാനവും ഉന്നതമായ നിലവാരത്തിലുള്ള ഇടപെടലുമാണ് ഞാനും ഷിഹാബും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഷിഹാബ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ട കാലം ഞാൻ MSFലും യൂത്ത് ലീഗിലും ഒക്കെ പ്രവർത്തിച്ച് KMCCയിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് നാട്ടിലെപ്പോൾ വരുന്ന സമയത്തും ഉള്ളിയേരിയിൽ ഒരു പരിപാടി ഞാൻ പങ്കെടുക്കാറുണ്ട്. അന്ന് ഉള്ളിയേരിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും ബഹുമാനിക്കുന്ന OC മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യഗണങ്ങളിൽ ഒരാളായിക്കൊണ്ട് എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഷിഹാബ് എല്ലാ പരിപാടികളിലും വളരെ നിറസാന്നിധ്യമായി ജ്വലിച്ചു നിന്ന ഒരു സമയം കൂടിയായിരുന്നു. പാവപ്പെട്ട നിരാലംബരായ നിരാശ്രയരായ ആളുകൾക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഷിഹാബ് റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം പോലും ഇന്ന് വരെ വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ആരോടും സംസാരിച്ചിട്ടില്ല. എന്നാൽ നാട്ടിലുള്ള തൻ്റെ സഹപ്രവർത്തകർക്ക്, തൻ്റെ അയൽവാസികൾക്ക്, താൻ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ തോട്ടത്തിൽ കുടുംബസംഗമമാണ് നടക്കാൻ പോകുന്നത്. ഈ കുടുംബസംഗമത്തിന് വളരെയധികം സന്തോഷകരമായ കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറേ കാലങ്ങളായി നമ്മൾ ഒത്തുകൂടാനും പരസ്പരം സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കൈമാറാൻ പറ്റുന്ന നല്ലൊരു വേദിയായിട്ട് മാറുകയാണ്. മാത്രമല്ല പല മരണങ്ങളും അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം കണ്ടുമുട്ടുന്ന ആ ഒരു പുതുതലമുറയ്ക്ക് പുതിയൊരു സന്ദേശം മാത്രം കൈമാറാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ കുടുംബസംഗമം നടക്കുമ്പോൾ ഒരിക്കലും സാധിക്കില്ല, അതായത് അസാധ്യമായത് സാധ്യമാകുന്ന നല്ലൊരു മുഹൂർത്തം കൂടിയാണ് നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന് കുറേ എഫേർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൾ കൂടിയപ്പം പാമ്പും എല്ലാവരും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതായത് ചെതറിക്കിടക്കുന്ന ആ ഒരു കുടുംബ മേഖലയെ ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ ഓരോ ദിവസങ്ങളും മാസങ്ങളും നമ്മൾ ഇതുമായിട്ട് എഫേർട്ട് ചെയ്ത് കുറേ സമയങ്ങൾ കണ്ടെത്തി ഇത് ഓടി നടന്ന് നമ്മൾ എല്ലാ കുടുംബത്തിലെത്തി അവരെ ഈ കുടുംബ സംഗമത്തിനും കുടുംബ കൂട്ടായ്മയുടെ അവസ്ഥ പറ്റി മനസ്സിലാക്കി എല്ലാവർക്കും താല്പര്യമാണ് ഇതിലേക്ക് വരാനും ഇതിൽ ജോയിൻ ചെയ്യാനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാനൊക്കെ. ഏതായാലും വളരെ സന്തോഷകരമായെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ കുറേ പ്രൊഫഷണൽസ് കുറേ ഉണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, വിവിധ മേഖലയിലെ ടീച്ചേഴ്സ് ഉണ്ട്, ബിടെക് എൻജിനീയേഴ്സ്, സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം പുതുതലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ പല സന്ദേശങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും അതാണ്. ഈ മേഖലയിൽ കാലങ്ങളിൽ നമ്മളെ കാണിച്ചതുപോലെ ഉള്ള എല്ലാവിധ നല്ല സന്ദേശങ്ങളും എല്ലാം കൊണ്ടുകൊണ്ട് ഈ കുടുംബസംഗമം വൻ വിജയമാക്കി തരാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരണവും സഹായവും ഒക്കെ, അതോടൊപ്പം പ്രവാസി മേഖലയിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ നല്ല സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഉമർക്കോയക്ക, അലിക്ക, സുബൈർക്ക, ഫൈസൽ, ഫാറൂഖ്, ഫിറോസ്, അങ്ങനെ നമ്മൾ ഓരോ വീട് വിടാൻ കയറി ഇറങ്ങിയപ്പോൾ നമുക്കുള്ള സമീപനം അവരും പ്രതീക്ഷിക്കാത്തപ്പുറത്തൊക്കെ ആയിരുന്നു നമ്മൾ പോയിട്ടുള്ളത്. നമ്മളും പ്രതീക്ഷിക്കാത്തപ്പുറത്താണ് നമുക്ക് കിട്ടിയത്. ഏതായാലും
നല്ലൊരു മുഹൂർത്തമായിട്ട് മാറട്ടെ. അതിന് സർവശക്തൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ തലമുറ ഇന്ന് വളർന്ന് ദേശങ്ങളും കടന്ന് പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. പാരസ്പര്യത്തിൻ്റെ പാലം പണിതുകൊണ്ട്, മനസ്സടുപ്പത്തോടെ, സ്നേഹത്തിൻ്റെ ഇഴയടുപ്പം തീർത്തുകൊണ്ട്, പൂർവികർ വെട്ടിത്തെളിയിച്ച വഴികളിലൂടെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട്, ഒരുമയോടെ, ഒന്നായി, ഒറ്റ മനസ്സോടെ മുന്നോട്ട് നീങ്ങാം.